വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദിൻ്റെ കുടുംബവും രാജ്യത്വവും എന്നേക്കും നിലനിൽക്കുമെന്ന് നാഥാൻ പ്രവാചകനുണ്ടായ ദർശനം അവൻ ദാവീദിനെ അറിയിച്ചു. ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവെ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 2 സാമുവേൽ 7:19 ദാവീദ് പിന്നീട് ഫിലിസ്ത്യരെയും മോവാബ്യരെയും സോബാ രാജാവായ ഹദദേസറിനെയും തോൽപ്പിച്ചു. എദോമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിൽ നിന്നെടുത്ത വെള്ളിയും പൊന്നും സോബാ രാജാവായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഇതിനുശേഷം ദാവീദ് എദോമ്യരെയും കീഴടക്കി ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. ദാവീദിന് ജോനാഥനോടുണ്ടായ സ്നേഹം കാരണം ജോനാഥൻ്റെ മകൻ മെഫിബോഷത്തിന് സാവൂളിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിയെല്ലാം മടക്കി കൊടുത്തു. മെഫിബോഷത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 2 കാലിനും മുടന്തായിരുന്നു. ദാവീദ് പിന്നീട് അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിച്ചു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ തൻ്റെ സൈന്യാധിപനായ ഊരിയായുടെ ഭാര്യ ബത്ശബ കുളിക്കുന്നത് കണ്ടു. അവളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അവളെ പീഡിപ്പിച്ചു. അവൾ ഗർഭിണിയായി. ഊറിയായെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവനെ യുദ്ധസ്ഥലത്ത് മുൻനിർത്തി യുദ്ധത്തിൽ ഊറിയ മരിച്ചു. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. 1 സാമുവേൽ 11:26-27 പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ഗാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.